ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അടുത്ത ആഴ്ച ഫുൾ പ്രൊമോ വന്നിട്ടുണ്ട്. തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളിലെ പ്രൊമോ മാത്രമാണ് കേട്ടോ കാണിച്ചത്. അങ്ങനെ നമ്മുടെ ശ്രുതിയുടെ പെർഫോമൻസ് കഴിയുമ്പോഴേക്കും ശ്രുതി റൂമിൽ നിൽക്കുമായിരിക്കും. ആ സമയത്ത് അശ്വിൻ ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ ജയിച്ചെന്ന് വിചാരിക്കേണ്ട, നീ ഇപ്പോൾ പെർഫോം ചെയ്തല്ലോ ഒരു ഡാൻസ്, അത് നീ എന്നെ കളിയാക്കിയിട്ടല്ലേ ചെയ്തേ എന്ന് ചോദിക്കുമ്പോൾ ശ്രുതി പറയണ്ട, അയ്യോ സർ ഒരിക്കലും അല്ല, അത് ആ സിനിമയുടെ പാട്ടിൽ അങ്ങനെയാണ്, അപ്പോൾ ആ രീതിയിൽ തന്നെ ഡാൻസ് കളിച്ചതല്ല. ആ കോട്ടും സ്യൂട്ടൊക്കെ ഇട്ട പെണ്ണിനെ കണ്ടപ്പോഴേ തോന്നി എന്നെ അനുകരിക്കുകയാണെന്ന്. നീ എന്നെ കളിയാക്കിയല്ലേ, നോക്കിക്കോ നീ മത്സരത്തിൽ തോക്കും എന്ന് പറയാണ്. തോറ്റുകഴിഞ്ഞാൽ ഓർമ്മയുണ്ടല്ലോ എന്ത് ചെയ്യണമെന്ന്, ഞാൻ പറഞ്ഞത് എന്താണെങ്കിലും നീ അത് അനുസരിക്കണം എന്ന് പറയാണ്. ആ സമയത്ത് ശ്രുതിയും പറയും, ശരി നിങ്ങൾ തോറ്റെങ്കിൽ ഞാൻ പറഞ്ഞത് നിങ്ങളും അനുസരിക്കാൻ തയ്യാറായിക്കോ. ശരി ഞാനും അനുസരിക്കാൻ തയ്യാറായിക്കോളാം, പക്ഷേ ഞാൻ തോക്കില്ല, നീ ആയിരിക്കും തോക്കണത് എന്നൊക്കെ അശ്വിൻ വെല്ലുവിളിച്ചിട്ട് അവിടെ നിന്ന് പോകുക കേട്ടോ. അശ്വിൻ പോകാൻ കാത്തിരിക്കുകയാണ് ശ്യാം ആ റൂമിലേക്ക് കടന്നു വരാനായിട്ട്. അങ്ങനെ ശ്യാം ശ്രുതിയുടെ റൂമിലേക്ക് വരുവാനായിട്ട് ശ്രുതിയുടെ കയ്യിലേക്ക് പിടിച്ചിട്ട്, എനിക്ക് നീലാതെ പറ്റില്ല, എനിക്ക് നിന്നെ വേണം ശ്രുതി എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ മോശമായിട്ട് ശ്രുതിയുടെ സംസാരിക്കാണ്ട്. ശ്രുതിക്കാണെങ്കിൽ ഒച്ചപ്പാട് എടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയാണ്. കാരണം ഒച്ച എടുത്തു കഴിഞ്ഞാൽ അവിടുത്തെ എല്ലാവരും അറിയും, പ്രശ്നവും കാര്യങ്ങളാവും, എല്ലാ കാര്യങ്ങളും തുറന്ന് പറയേണ്ടി വരും, കല്യാണം മുടങ്ങും എന്നൊക്കെ അതിൽ ശ്രുതി ആകെ ക്ഷമിച്ച് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പക്ഷേ നമ്മുടെ ശ്യാമാണെങ്കിൽ ശ്രുതിയുടെ ഇങ്ങനെ കയ്യിൽ ഇങ്ങനെ പിടിച്ചിട്ട് ശ്രുതിയുടെ കൈ ഇങ്ങനെ ഇറുക്കും കേട്ടോ. അപ്പോൾ ശ്രുതിക്ക് നല്ല വേദന എടുക്കും. പക്ഷേ ശ്യാം ഒരു കാര്യം ശ്രദ്ധിക്കുന്നില്ല. തൊട്ടപ്പുറത്ത് തന്നെ നമ്മുടെ അശ്വിൻ നിൽക്കുന്നുണ്ട്. പക്ഷേ അശ്വിൻ ഫോൺ വിളിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അശ്വിൻ തിരിഞ്ഞ് നോക്കുന്നില്ല. അപ്പോൾ ശ്യാം അവിടെ നിന്ന് വഴക്ക് പറഞ്ഞിട്ട് പെട്ടെന്ന് തിരിഞ്ഞ് നോക്കുമ്പോഴാണ് അശ്വിനെ കാണുന്നതും ശ്യാം അവിടെ നിന്ന് പോകുകയാണ് ചെയ്യണത്. ആ സമയത്ത് ശ്രുതി ഇങ്ങനെ പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. ശ്യാം അങ്ങനെയൊക്കെ പെരുമാറിയത് കൊണ്ട്. അശ്വിൻ വീണ്ടും ശ്രുതിയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. നീ എന്തിനാ കരയണത്, നിൻ്റെ ഇത് ആക്ടിങ് അല്ലേ, നീ നല്ല ആക്ടിങ് ചെയ്യുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് വീണ്ടും അശ്വിൻ ശ്രുതിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യും. എന്നാലും ആ ഒരു ഭാഗമാണ് കേട്ടോ നമ്മൾ ആ പ്രൊമോയിൽ കാണിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തിങ്കൾ മുതൽ ബുധൻ വരെയുള്ള പ്രൊമോ മാത്രമാണ് കാണിച്ചത്. അത് കഴിഞ്ഞിട്ടുള്ള പ്രൊമോ വരുന്നത് ബുധനാഴ്ച ദിവസമായിരിക്കും കേട്ടോ. എപ്പോഴത്തെയും പോലെ ബുധനാഴ്ച ഇനി അടുത്ത പ്രൊമോ വരുള്ളൂ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം ഫ്രണ്ട്സ്. അതുവരെ ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.